അയൽവാസികളുടെ ബുദ്ധിമുട്ടിക്കൽ മാറിക്കിട്ടാൻ, യാത്രയിലും മറ്റും ഉണ്ടാകുന്ന ടെൻഷൻ, ഭയപ്പാട് മാറിക്കിട്ടാൻ, നല്ല ധൈര്യവും മനക്കരുത്തും ഏത് വിഷയത്തിലേക്ക് ഇറങ്ങാനും നല്ല കോൺഫിഡൻറ്റും നമുക്കുണ്ടാകാൻ ഇൻഷാ അല്ലാഹ് അത്ഭുതകരമായ ചില ഇസ്മുകൾ നമ്മൾ പരിചയപ്പെടുകയാണ്. ഏതാണെന്നറിയാനും എങ്ങനെയാണെന്നറിയാനും മജ്ലിസ് മുഴുവനായും കേൾക്കുക, ലിങ്ക് മറ്റുള്ളവരിലേക്ക് എത്തിച്ചെടുക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വകഫാ വസ്സലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫാ അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അല്ലാഹു സന്തോഷം നൽകട്ടെ, സമാധാനം നൽകട്ടെ, റാഹത്ത് നൽകട്ടെ. ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ സാമ്പത്തിക, ശാരീരിക, മാനസിക, പൈശാചികമായ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ. ദുആ വസിയത്ത് ചെയ്ത ധാരാളം സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും ആഗ്രഹങ്ങളെ സഫലമാക്കട്ടെ, വിഷമങ്ങൾ മാറ്റിത്തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ പല ഇസ്മുകളും നമ്മൾ ചർച്ച ചെയ്തു. അതിൻ്റെ ഫളലുകൾ, അതിൻ്റെ അമലുകൾ, അതിൻ്റെ അദദുകൾ. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 54-ാമത്തെ ഇസ്മാണ്. 54-ാമത്തെ ഇസ്മ അത്ഭുതകരമായ ഇസ്മാണ്. ഖവിയ്യ് എന്നുള്ളതാണ്. ഖവിയ്യ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ശക്തനായ അല്ലാഹ്. യാ ഖവിയ്യു യാ അല്ലാഹ്, ശക്തനായ അല്ലാഹുവേ എന്നാണ് ഖവിയ്യ് എന്നുള്ള ഇസ്മിൻ്റെ അർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശക്തിയിലേക്ക് ചേർത്തി നോക്കുമ്പോൾ അവൻ്റെ പടപ്പുകളാകുന്ന നമ്മുടെ ശക്തിയും നമ്മുടെ സംവിധാനങ്ങളുടെ ശക്തിയും എല്ലാം ദുർബലമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഏറ്റവും ശക്തിയുള്ളവൻ. എന്തിനേയും തടുക്കാനും എന്തും നിയന്ത്രിക്കാനും എന്തും സൃഷ്ടിക്കാനും കഴിവുള്ളവനായ ശക്തനായ അല്ലാഹ് എന്നാണ് ഖവിയ്യ് എന്നുള്ള അത്ഭുതകരമായ ഇസ്മിൻ്റെ അർത്ഥം വരുന്നത്. ഖവിയ്യ് എന്നുള്ള ഇസ്മിൻ്റെ അദദ് വരുന്നത് 116 ഖാഫ് 100, വാവ് 6, യാ 10, ടോട്ടൽ 116 ഖവിയ്യ് എന്നുള്ള ഇസ്മിൻ്റെ അദദ് വരുന്നത്. വിശുദ്ധമായ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ 9 മറാത്ത് എന്ന് ചില ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. ഈ അത്ഭുതകരമായ ഇസ്മിനെ അല്ലാഹു പരാമർശിച്ചിട്ടുണ്ട്. ഇന്നല്ലാഹ ഖവിയ്യുൻ ശദീദുൽ ഇഖാബ്, സൂറത്തുൽ അംഫാലിലെ 52-ാമത്തെ ആയത്ത് അതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ്. ഇൻഷാ അല്ലാഹ് ഖവിയ്യ് എന്നുള്ള ഇസ്മിൻ്റെ അത്ഭുതകരമായ ചില അമലുകൾ നമ്മൾ പരിചയപ്പെടുകയാണ്. ഒന്നാമത്തെ അമൽ എന്നുള്ളത് മനക്കരുത്തിന്. പല ആളുകളും വിളിക്കാറുണ്ടല്ലോ, പല ആളുകളും മെസ്സേജ് അയക്കാറുണ്ടല്ലോ, ഒന്നിനും ഒരു ധൈര്യം കിട്ടുന്നില്ല. പുറത്തേക്കിറങ്ങാൻ മടി, ഒരു പരിപാടിയിലേക്ക് ഇറങ്ങാൻ മടി, ജോലിക്കിറങ്ങാൻ മടി, ഒരു കല്യാണത്തിന് പോകാൻ വരെ എനിക്ക് മടിയാണ്. ഒരു മനക്കരുത്ത് കിട്ടുന്നില്ല, ഒരു കോൺഫിഡൻറ്റ് കിട്ടുന്നില്ല, ഒരു ധൈര്യം കിട്ടുന്നില്ല. എപ്പോഴും ഒരു മടിയാണ്, ഒരു തണുത്ത സ്വഭാവം. മുമ്പൊന്നും ഇങ്ങനെയായിരുന്നില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് സ്വന്തമായി പരാതി പറയുന്നവർ, മക്കളുടെ വിഷയത്തിൽ പരാതി പറയുന്നവർ, അവർക്കൊക്കെ പരിഹാരമേകുന്ന അത്ഭുതകരമായ ഒരു ഇസ്മാണ് ഖവിയ്യ് എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇസ്മുകളെ കൊണ്ട് നമ്മൾ സഹായം തേടണമെന്ന് അല്ലാഹു വിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞതാണ്. നമ്മുടെ ആവശ്യത്തിനോട് യോജിച്ച ഇസ്മുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായത്തിന് വേണ്ടി നമ്മൾ അധികരിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അസ്മാഉൽ ഹുസ്ന കൊണ്ട് ദുആ ചെയ്യുന്നതിൻ്റെ ഒരു മാർഗമാണത്. ആ അർത്ഥത്തിൽ മനക്കരുത്തിന് വേണ്ടി, നല്ല ധൈര്യം കിട്ടാൻ വേണ്ടി, തണുപ്പൻ സ്വഭാവം മാറിക്കിട്ടാൻ വേണ്ടി, ആളൊന്ന് ഉഷാറായി കിട്ടാൻ വേണ്ടിയിട്ട് യാ ഖവിയ്യു യാ അല്ലാഹ് എന്ന് എല്ലാ ദിവസവും 232 തവണ പതിവാക്കുക എന്നുള്ളതാണ്. നമ്മുടെ അലസതയും നമ്മുടെ ദുർബലതയും നമ്മുടെ ഭയപ്പാടുകളും നമ്മുടെ ടെൻഷനൊക്കെ മാറി നല്ല മനക്കരുത്തുള്ളവരായി മാറാൻ നമുക്ക് കഴിയുമെന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. രണ്ടാമത്തെ ഒരു അമൽ എന്നുള്ളത് അയൽവാസികളുടെ ശർറിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കാൻ, അള്ളാഹു നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങളിൽ
ദുനിയാവിൻ്റെ അനുഗ്രഹം എന്ന് വിശേഷിപ്പിച്ച് മുത്തുനബി തങ്ങൾ എണ്ണിയ 4 അനുഗ്രഹത്തിൽ ഒന്ന് നല്ല അയൽവാസിയാണ്. അപ്പം അയൽവാസി മോശമായാലോ? ദുനിയാവ് നഷ്ടപ്പെട്ടു, ദുനിയാവിൻ്റെ 4-1 നഷ്ടപ്പെട്ടു എന്ന് നമുക്ക് പറയാം. അള്ളാഹു നല്ല അയൽവാസികൾ നമുക്ക് തരട്ടെ. അയൽവാസികളുടെ ഉപദ്രവം അതിശക്തമാകുമ്പോൾ, പൊറുതിമുട്ടുമ്പോൾ, അയൽവാസികളുടെ ഷെറില്ലാതിരിക്കാൻ, ഒരിക്കലും ഒരാൾ നശിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അമല് ചെയ്യാൻ പോകണ്ട. അയൽവാസികളുടെ ഉപദ്രവം നീങ്ങിക്കിട്ടുന്നതിന് വേണ്ടി, അവരുടെ ളുൽമ അവസാനിച്ച് കിട്ടുന്നതിന് വേണ്ടി നമ്മുടെ ഉലമാക്കൾ വിശദീകരിച്ച ഒരു മാർഗമാണ് 1000 കടുക് എടുക്കുക. ചെറിയ കടുകുണ്ടല്ലോ, അതൊരു 100 ഗ്രാം വാങ്ങിയാൽ അതിൽ 1000 എണ്ണം അതിലധികവും ഉണ്ടാവും. 1000 കടുക് എടുക്കുക. എന്നിട്ട് അത്ഭുതകരമായ അസ്മാഉൽ ഹുസ്നയിലെ 54-ാമത്തെ ഇസ്മ യാ ഖവിയ്യു യാ അല്ലാഹ് എന്ന് ചൊല്ലിയിട്ട് നമ്മുടെ വീട്ടിൽ നിന്നും അയൽവാസിയുടെ വീടിൻ്റെ ഭാഗത്തേക്ക്, അപ്പുറത്തെ വീട്ടിലേക്ക് വീഴണമെന്നൊന്നുമില്ല, ആ ഭാഗത്തേക്ക് നമ്മുടെ മുറ്റത്ത് വീണാൽ തന്നെ മതി, എറിയുക എന്നുള്ളതാണ്. 1000 എണ്ണം അയൽവാസിയുടെ ഭാഗത്തേക്ക് നോക്കിയിട്ട് യാ ഖവിയ്യു യാ അല്ലാഹ്, യാ ഖവിയ്യു യാ അല്ലാഹ് എന്ന് പറഞ്ഞ് ഓരോ കടുകുമണിയും 1000 കടുകുമണി നമ്മൾ ആ ഭാഗത്തേക്ക് എറിയുക എന്നുള്ളതാണ്. അയൽവാസിയുടെ ഷെറ് മാറിക്കിട്ടും, അയൽവാസിയുടെ ളുൽമ മാറിക്കിട്ടും, അക്രമികൾ മിത്രങ്ങളായി മാറും. അള്ളാഹുവിൻ്റെ സഹായം ആ വിഷയത്തിലുണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. 3-ാമത്തെ ഒരു അമൽ എന്നുള്ളത് യാത്രയിലെ ഭയം മാറിക്കിട്ടാൻ. ചില ആളുകൾക്ക് യാത്ര ചെയ്യാൻ പേടിയായിരിക്കും. അജ്മീറിലേക്ക് ട്രെയിനിൽ പോകാൻ ഭയമുള്ളവരുണ്ടാകും, മക്കയിലേക്ക് ഫ്ലൈറ്റിൽ പോകാൻ, ജിദ്ദയിലേക്ക് ഫ്ലൈറ്റിൽ പോകാൻ മടിയുള്ളവരുണ്ടാകും, പേടിയുള്ളവരുണ്ടാകും. അതുപോലെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ജോലിക്ക് പോകാൻ ഭയപ്പാടുള്ളവരുണ്ടാകും. എത്ര ചെറിയ യാത്രയാകട്ടെ, എത്ര വലിയ യാത്രയാകട്ടെ, ഭയം മാറാൻ യാത്ര ചെയ്യുമ്പോൾ പല ആളുകൾക്കും ടെൻഷനടിച്ച് ശ്വാസം മുട്ട് വരെ വരും, നെഞ്ചുവേദന വരെ വരും. അപ്പം എത്ര ചെറിയ യാത്രയാകട്ടെ, എത്ര വലിയ യാത്രയാകട്ടെ, യാത്രയിൽ ഭയമില്ലാതിരിക്കാൻ, നല്ല ധൈര്യത്തോടെ പോകാൻ, ടെൻഷനില്ലാതെ ഫ്ലൈറ്റിൽ കയറാൻ, ടെൻഷനില്ലാതെ വാഹനം കയറാൻ, സന്തോഷത്തോടെ, സംതൃപ്തിയോടെ, സമാധാനത്തോടെ യാത്ര പൂർത്തീകരിച്ച് മടങ്ങി വരാൻ. നമ്മൾ യാത്രക്ക് വേണ്ടി ഇറങ്ങുന്ന സമയത്ത് 116 തവണ യാ ഖവിയ്യു യാ അല്ലാഹ്, യാ ഖവിയ്യു യാ അല്ലാഹ്, യാ ഖവിയ്യു യാ അല്ലാഹ് എന്ന് ചൊല്ലിയിട്ട് നമ്മൾ ഇറങ്ങുക എന്നുള്ളതാണ്. യാത്ര എളുപ്പമായി കിട്ടും, യാത്രയിലെ ടെൻഷൻ മാറും, യാത്രയിലെ ഭയപ്പാടത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിത്തരും. നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ 54-ാമത്തെ ഇസ്മാകുന്ന ഖവിയ്യ് എന്നുള്ള ഈ ഇസ്മിൻ്റെ ഒരുപാട് അമലുകൾ ചൊല്ലാനും ചെയ്യാനുമുള്ളത് ഇൻഷാ അല്ലാഹ് ഇനിയും നമുക്ക് പരിചയപ്പെടാനുണ്ട്. എല്ലാവർക്കും ചെയ്യാൻ കഴിയുമെന്നുറപ്പുള്ള, ഉപകാരപ്പെടുമെന്നുറപ്പുള്ള, സ്വന്തമായി ചെയ്യാൻ കഴിയുന്ന അമലുകൾ മാത്രമാണ് നമ്മൾ ചർച്ച ചെയ്തത്. അതും വളരെ ചുരുക്കി 3 എണ്ണം മാത്രമാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇൻഷാ അല്ലാഹ് നല്ല ഈമാനോടെയും നല്ല തവക്കുലോടെയും ചെയ്ത് റിസൾട്ട് നേടിയെടുക്കാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ അതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.